ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നിന്റെ ഹൃദയത്തിൽ എന്ത് നിക്ഷേപമാണ് ഉള്ളത് എന്നാണ്. എന്താണ് ചോദ്യം? നിന്റെ ഹൃദയത്തിൽ എന്ത് നിക്ഷേപമാണ്, എന്ത് ഇൻവെസ്റ്റ്മെൻ്റാണ്, എന്ത് ഡിപ്പോസിറ്റാണ് ഉള്ളത്? നമ്മൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറയും, ബാങ്കിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തരാം. ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്കറിയാം എന്തൊക്കെ എവിടെ നിന്നൊക്കെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട്, എപ്പോഴൊക്കെ പോയിട്ടുണ്ട്, എങ്ങനെയൊക്കെ വരവ് ചെലവൊക്കെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്തൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഹൃദയത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനാണ് ഈശോ പറയുന്നത്. ഹൃദയത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്തൊക്കെ ഈ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. ഹൃദയത്തിൽ നല്ലത് സൂക്ഷിച്ചതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങളുണ്ടെങ്കിൽ, എന്താണ് ഈ നല്ല നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്? വിശ്വാസം എന്നത് ഒരു നല്ല നിക്ഷേപമാണ്. ഇനി വിശ്വാസമില്ലാത്തത് എന്താണ്? ഒരു ചീത്ത നിക്ഷേപമാണ്. നമുക്ക് ഹൃദയത്തിൽ നല്ലതും നിക്ഷേപിക്കാം, മോശവും നിക്ഷേപിക്കാം. ഇനി പ്രത്യാശ എന്ന് പറയുന്നത് ഹൃദയത്തിലെ ഒരു നല്ല നിക്ഷേപമാണ്. നിരാശ, ദുഃഖം, അയ്യോ ചത്തേ, എല്ലാം പോയേ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോശം നിക്ഷേപമാണ്. ഇനി സ്നേഹം എന്ന് പറയുന്നത് ഒരു നല്ല നിക്ഷേപമാണ്. വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോശം നിക്ഷേപമാണ്. നമ്മളാരും മോശം നിക്ഷേപം ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മൾ അറിയാതെ ഈ ലോകത്തിൻ്റെയൊക്കെ പ്രേരണ നിമിത്തം പല അവിശ്വാസവും നിരാശയും ഡിപ്രഷനും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളിങ്ങനെ കൊണ്ടു നടക്കും. ഈശോ പറയാണ്, നിന്റെ ഹൃദയത്തിലുള്ള നിക്ഷേപം എന്താണ്? അത് വിശ്വാസമാണോ, പ്രത്യാശയാണോ, സ്നേഹമാണോ, പ്രാർത്ഥനയാണോ, നിശബ്ദതയാണോ? നല്ല നിക്ഷേപങ്ങൾ, വചനമാണോ? അങ്ങനെ ഒരു നിക്ഷേപമുണ്ട്. ചില ആളുകൾ ഹൃദയത്തിൽ വചനം കൊണ്ട് നടക്കും, ചില ആളുകൾ ഹൃദയത്തിൽ വാർത്ത കൊണ്ട് നടക്കും, അതായത് ലോകത്തിലെ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ. ഇനി ഈശോ പറയുകയാണ്, നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് വാക്കുകളായും പ്രവൃത്തികളായും നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് ഹൃദയത്തിലെ ഈ നിക്ഷേപം എങ്ങനെയാണോ അതനുസരിച്ചാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന്, ബാക്കി പറ, അധരം സംസാരിക്കുന്നു. നിന്റെ ഉള്ളിൽ എന്താണ് കൊണ്ട് നടക്കുന്നത് എന്നത് നമ്മൾ അറിയാതെ തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്നതിനെ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായിടി നിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. അപ്പോൾ ഈശോ പറയുകയാണ്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഓർമ്മ ആചരിക്കുന്നൊരു ദിവസമാണിന്ന്. അമ്മയുടെ ഫലമാണ് പുത്രൻ, ഈശോ. ഈ പുത്രനിൽ നിന്ന് നമ്മൾ അമ്മയാരെന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഈശോ പറയുന്ന മറ്റൊരു ഉപമയാണ് വീട് പണിയുന്നതിനെ കുറിച്ച്. നല്ല വീട്, നന്മയുടെ വീട്, സ്നേഹത്തിൻ്റെ വീട് നമ്മൾ പണിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചില കാറ്റ് വരുമ്പോൾ, ചില ഓളം വരുമ്പോൾ, വെയിൽ വരുമ്പോൾ അത് തകർന്നു പോകുന്നു. കാരണം നമ്മളിൽ തന്നെ ആശ്രയിച്ചിട്ടാണ് ഈ നല്ലത് പണിയാൻ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, നിങ്ങൾ ഞാനാകുന്ന ശിലമേൽ, വചനമാകുന്ന ശിലമേൽ നന്മയുടെ വീട് പണിതുയർത്തിയാൽ ഒരു കാറ്റിലും ഒരു കോളിലും ഒരു പ്രളയത്തിലും ഒരു സുനാമിയിലും അത് വീണു പോവുകയില്ല. കണ്ണുകളടക്കാം.
നമ്മൾ ചില നേരങ്ങളിൽ നന്മകൾ ചെയ്യാൻ ആഗ്രഹിച്ച് പരിശ്രമിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ചില പ്രതിസന്ധികളുടെ കാറ്റുകളും പ്രളയങ്ങളും ആ ഭവനത്തെ ആട്ടിയുലയ്ക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ജീവിത പ്രതിസന്ധികളുടെ നേരത്ത് വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ വീടുകൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ചെയ്തുകൊണ്ടിരുന്ന ചില നന്മകൾ നമ്മൾ ഉപേക്ഷിച്ചതിനെ ഓർത്ത് അനുതപിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ ഹൃദയത്തിന് നിരക്കാത്തതായ നിക്ഷേപങ്ങൾ, നിരാശയും ദുഃഖവും അതുപോലെ വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടന്ന സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, ഈശോയേ.